നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലുടനീളം രക്തം ചിന്തിയും ലോകത്തെ ആകെ ഇന്ധന പ്രതിസന്ധിയിലേക്ക് വലിച്ചിട്ടും 24 ദിവസമായി തുടരുന്ന ഇറാനും US ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധത്തിൽ താൽക്കാലിക ആശ്വാസം. ഇറാനും US ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് റിപ്പോർട്ട്. ഇസ്ലാമാബാദിൽ വെച്ചാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നത പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും തമ്മിൽ സംസാരിച്ചു എന്നുമാണ് റിപ്പോർട്ട്. സംഘർഷത്തിന് സമ്പൂർണ്ണ പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമായി നടത്തിയ ദ്വിദിന ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതി ഉണ്ടായി എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇത് കണക്കിലെടുത്ത് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് 5 ദിവസത്തെ സമയം കൂടി അനുവദിച്ചു. ഈ കാലയളവിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് സംബന്ധിച്ച ഉത്തരവ് യുദ്ധവകുപ്പിന് നൽകിയിട്ടുണ്ടെന്നും ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തിയെന്നും മരുമകൻ ജാരദ് കഷ്ണറും തന്റെ ഉപദേഷ്ടാവ് സ്റ്റീവ് വിറ്റ്കോഫും ചർച്ചയുടെ ഭാഗമായി എന്നും പിന്നീട് മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് അന്ത്യശാസനത്തിന്റെ സമയപരിധി തിങ്കളാഴ്ച അർദ്ധരാത്രി അവസാനിച്ചു. തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമുസ് അനിശ്ചിതകാലത്തേക്ക് പൂർണ്ണമായും അടച്ചിടുമെന്ന് ഇറാനും തിരിച്ചു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമിക്കാൻ സാധ്യതയുള്ള പശ്ചിമേഷ്യയിലെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളുടെയും കടൽവെള്ള ശുദ്ധീകരണശാലകളുടെയും പേരുകൾ ഇറാന്റെ ഫാഴ്സ് വാർത്താ ഏജൻസി തിങ്കളാഴ്ച രാവിലെ പുറത്തുവിട്ടിരുന്നു. 24 ദിവസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും തമ്മിൽ ചർച്ച നടത്തിയത് സമാധാന ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പുതിയ നയതന്ത്ര നീക്കം. പേർഷ്യൻ ഉൾക്കടലിൽ നേവൽ മൈനുകൾ സ്ഥാപിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ 5 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. രാജ്യത്തിന്റെ തീരദേശ പ്രദേശങ്ങളെയോ ദ്വീപുകളെയോ US ആക്രമിച്ചാൽ പേർഷ്യൻ ഉൾക്കടലിലേക്കുള്ള വഴികൾ പൂർണ്ണമായും അടയുമെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടി. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലെന്നറിയപ്പെടുന്ന ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന് സമ്മർദ്ദം ചെലുത്താനും US-ന് പദ്ധതിയുണ്ട് എന്ന മാധ്യമ റിപ്പോർട്ടുകൾ മുൻനിർത്തിയായിരുന്നു ഇറാന്റെ പ്രതികരണം. വിവിധ തരത്തിലെ നേവൽ മൈനുകൾ പേർഷ്യൻ ഉൾക്കടലിൽ സ്ഥാപിക്കുമെന്നും നിഷ്പക്ഷ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് തങ്ങളുടെ ഏകോപനത്തോടെ മാത്രമേ നിലവിൽ ഹോർമുസ് കടക്കാനാകൂ എന്നും ഇറാൻ ഡിഫൻസ് കൗൺസിൽ പറഞ്ഞു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവർ ഈ ആഴ്ച തന്നെ ഇറാനിയൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ട്രംപും അസിം മുനീറും തമ്മിലുള്ള ആശയവിനിമയം വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ചർച്ചകളുടെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. സമാധാന നീക്കങ്ങൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നും ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കി. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ഇരുപക്ഷത്തെയും ചർച്ചാ മേശയിലേക്ക് എത്തിക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അമേരിക്കയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകളിൽ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും പല കാര്യങ്ങളിലും ഇതിനോടകം ധാരണയിലെത്തിയെന്നും ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇസ്രയേൽ ഈ നീക്കങ്ങളിൽ അമ്പരപ്പ് പ്രകടിപ്പിക്കുന്നുമുണ്ട്. സമാധാന ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ധാരണകളിലെത്തിയെന്ന ട്രംപിന്റെ പ്രസ്താവന പ്രതീക്ഷിച്ചതിലും വേഗത്തിലായിപ്പോയി എന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ 2000-ലധികം ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങൾ നിലവിൽ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനും ഇറാനുമായി കരാറിലെത്താനും US പ്രസിഡന്റ് താൽപര്യം അറിയിച്ചതായാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. ഇറാനുമായുള്ള ഏത് കരാറും ഇസ്രയേലിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാൻ US നിബന്ധനകൾ തയ്യാറാക്കി എന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി 5 വർഷത്തേക്ക് നിർത്തിവെക്കുക എന്നിവയാണ് പ്രധാന നിബന്ധനകൾ. എന്നാൽ ഈ നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇതേസമയം അമേരിക്കയുമായുള്ള സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇറാനും. ഇറാന്റെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കം ചെയ്യണമെന്നും അമേരിക്ക വരുത്തിവെച്ച യുദ്ധനഷ്ടങ്ങൾക്ക് പരിഹാരം കാണണമെന്നും
ഇറാൻ പരമോന്നത നേതാവിൻ്റെ സൈനിക ഉപദേഷ്ടാവ് മോസെൻ റസായെ വ്യക്തമാക്കി. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പ് വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാൻ ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ സമ്മതിച്ചതായും കരാർ യാഥാർത്ഥ്യമായാൽ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക പിടിച്ചെടുക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നിബന്ധനയാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജാരേഡ് കുഷ്ണറുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. എന്നാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആരാണെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാന്റെ നിലവിലെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയിയെ താൻ നേതാവായി അംഗീകരിക്കുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ വലിയ രീതിയിലുള്ള ഭരണമാറ്റത്തിന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കരാർ ഒപ്പിടുന്നതോടെ ലോക വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിയുമെന്ന് ട്രംപ് പ്രവചിച്ചു. വിപണിയിൽ പരമാവധി എണ്ണ ലഭ്യമാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ അവകാശവാദങ്ങൾ വെറും പച്ചക്കള്ളമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബഫ് ആവർത്തിച്ചു പറഞ്ഞു. സാമ്പത്തിക എണ്ണ വിപണികളിൽ കൃത്രിമം കാണിക്കാനും പ്രതിസന്ധി കളിയിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് അമേരിക്ക ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അക്രമികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നു തന്നെയാണ് ജനങ്ങളുടെ ആവശ്യമെന്നും ഇതിൽ മാറ്റമൊന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ചു. റമദാൻ, ഈദ് വേളകളിലായി ഇരുവരും പലതവണ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും ഇറാൻ പ്രസിഡന്റുമായും ട്രംപുമായും ചർച്ചകൾ നടത്തിയതായാണ് വിവരം. ഇതേസമയം നയതന്ത്ര നീക്കങ്ങൾ സജീവമാണെന്ന് വൈറ്റ് ഹൗസ് പ്രതിനിധികളും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ നടന്ന ചർച്ചകൾ സൂചിപ്പിക്കുന്നു. ചർച്ചകൾക്കായി 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ട്രംപ് ഇറാൻ ചർച്ചയ്ക്കായി തന്നെ സമീപിച്ചുവെന്നും അവകാശപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ 24 ദിവസമായി അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ലെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. നിലവിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും തീർപ്പാക്കാത്ത വിഷയങ്ങൾ പരിഹരിക്കുന്നതിലുമാണ് ചർച്ചകൾ. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിന് തന്നെയാണ്. എന്നാൽ അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതായി വന്ന റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഔദ്യോഗിക നിലപാട് അവർ ആവർത്തിച്ചു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്ലാമാബാദിലെ കൂടിക്കാഴ്ച യാഥാർത്ഥ്യമായാൽ അത് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി മാറ്റുന്ന വലിയൊരു വഴിത്തിരിവാകും എന്നതിൽ സംശയമൊന്നുമില്ല. മലയാളി വാർത്ത പ്ലസ്.